ജന്തർ മന്ദറിലേക്കുള്ള റോഡിലാണ് ഇപ്പോൾ ഈ കേരളത്തിന്റെ പ്രതിഷേധ പ്രകടനം, മുഖ്യമന്ത്രി നയിക്കുന്ന പ്രതിഷേധ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. കേരള പ്രൊട്ടസ്റ്റ്. ധനപ്രതിസന്ധിക്കെതിരായ കേരളത്തിന്റെ ശക്തമായ പ്രതിഷേധമാണ്. കേരളം സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധി, അതിന്റെ ഓരോ കാരണങ്ങളും ഓരോന്നും വളരെ സൂക്ഷ്മമായി, വളരെ വിശദമായി ജനങ്ങളോട് നിരന്തരം സംസാരിച്ച് ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തി നവകേരള സദസ്സിലൂടെ 140 മണ്ഡലങ്ങളിലും എത്തി മുഖ്യമന്ത്രി തന്നെ കേരളം സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധിയെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ദേശീയ സമരത്തിലേക്ക് കേരളം നീണ്ടത്. സഹോദരി സഹോദരന്മാരെ, കേരളത്തിന്റെ ഐതിഹാസികമായ സമരം ഇവിടെ ആരംഭിക്കാൻ പോകുകയാണ്. ഇന്ത്യ എന്നാൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. നമ്മൾ വിളിച്ച മുദ്രാവാക്യം പോലെ ആരും ആരുടെ കീഴിയുമല്ല, ആരുടെ താഴെയുമല്ല. ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെയാണ്. ആ ആപ്തവാക്യത്തിന് അടിവരയിടാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഇന്ന് തലസ്ഥാന നഗരിയിൽ ഈ ശൈത്യകാലത്ത് ഒരു സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സമര ചരിത്രത്തിലെ ഏറ്റവും തിളങ്ങുന്ന ഒരേടായിട്ട് ഈ സമരം മാറുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഈ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ നിരവധി പ്രമുഖ വ്യക്തികൾ എത്തിയിട്ടുണ്ട്. ഈ ചടങ്ങ് ഔപചാരികമായി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി CPM-ന്റെ രാജ്യസഭാ കക്ഷി നേതാവ്, CPM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ എളമരം കരീമിനെ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, കേരളം ഇന്ന് ഫെഡറലിസത്തെ സംരക്ഷിക്കാനുള്ള ഒരു മഹത്തായ പോരാട്ടത്തിന് തലസ്ഥാന നഗരിയിൽ പ്രതിഷേധവുമായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് മെമ്പർമാരും നിയമസഭാംഗങ്ങളും എല്ലാം കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ്. കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുകളെ സാമ്പത്തികമായി തകർക്കുന്ന, വികസന പദ്ധതികളെ മുരടിപ്പിക്കുന്ന, രാഷ്ട്രീയ അട്ടിമറികൾ സംഘടിപ്പിക്കുന്ന, കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരായ രാജ്യവ്യാപകമായി ഉയർന്നുവരുന്ന പ്രക്ഷോഭ സമരത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലാണ് കേരളം രാജ്യ തലസ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ കർണാടക സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം ഇവിടെ ഡൽഹിയിൽ ഇതേ സ്ഥലത്ത് നടക്കുകയുണ്ടായി. തമിഴ്നാട് ഇതേ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനങ്ങളോടുള്ള നയങ്ങൾക്കെതിരെ, ഭരണഘടനാ വിരുദ്ധ നയങ്ങൾക്കെതിരെ നിരന്തരമായ പോരാട്ടത്തിലാണ്. അതിന്റെ എല്ലാം ഉച്ചസ്ഥായിയിലെത്തിയ ഒരു സന്ദർഭമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധികൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ സമരരംഗത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പ്രതിഷേധ സമരത്തിൽ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ആദരണീയനായ കേരള മുഖ്യമന്ത്രി
സഖാവ് പിണറായി വിജയനും മറ്റ് നേതാക്കളും ഇവിടെ വിശദീകരിക്കുന്നതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിശ്ചയമായും ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന തത്വങ്ങളിലൊന്നായ ഫെഡറലിസത്തെ തകർക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഈ സമരവേദിയിൽ നിന്ന് ഉയർന്നു വരാൻ പോകുന്നത്. ഈ സമരത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ ജനപ്രതിനിധികളെയും, ഡൽഹിയിൽ നിന്ന് ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ എത്തിച്ചേർന്ന ബഹുജനങ്ങളെയും ദേശീയ നേതാക്കളെയും എല്ലാം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കേരളം എന്തുകൊണ്ട് ഇത്തരമൊരു സമരത്തിലേക്ക് വരേണ്ടി വന്നു എന്നത് പറയാതിരിക്കുന്നതും അനൗചിത്യമാകും. അപ്പോൾ ഈ രണ്ട് അനൗചിത്യത്തിൻ്റെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് അഥവാ ദീർഘിച്ചു പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലുള്ള കുറവുകളാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തത്, രാജ്യത്തിൻ്റെ ആകെ വരുമാനത്തിൽ സംസ്ഥാനത്തിനുള്ള ഓഹരി തുടർച്ചയായി പരിമിതപ്പെടുത്തുകയാണ്. ആ പരിമിതപ്പെടുത്തൽ കൊണ്ട് വരുന്നതാണ് ഒന്നാമത്തെ കുറവ്. യൂണിയൻ സർക്കാർ ഏകപക്ഷീയമായാണ് ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങൾ അവയിൽ ഉൾപ്പെടുത്താറില്ല. ഓരോ ധനക്കമ്മീഷനും കഴിയുമ്പോൾ കേരളത്തിലെ നികുതി കുത്തനെ ഇടിയുകയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെ പല മേഖലകളിൽ കേരളം കൈവരിക്കുന്ന വലിയ നേട്ടങ്ങൾ അവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം കുറവ് വരുത്തലിനെ ന്യായീകരിക്കുന്നത്. നമുക്കറിയാം, പല കാര്യങ്ങളിലും നല്ല പ്രകടനം കേരളം കാഴ്ചവെക്കുന്നുണ്ട്. ആ കേരളത്തിനെതിരെ പ്രത്യേക രീതിയിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന നിലയാണ് ബോധപൂർവം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. യൂണിയൻ സർക്കാർ പിന്തുടർന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ അതേ രീതിയിൽ പിന്തുടരാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ആ കാരണം വെച്ച് കേരളത്തെ അവഗണിക്കുന്നുവെന്നാണ് ബഹുജനങ്ങൾ കണക്കാക്കുന്നത്. തീർത്തും ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ഇത്. സംസ്ഥാനത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ, ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട നയങ്ങൾ സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനാണ് യൂണിയൻ സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ നടപ്പാക്കേണ്ട പദ്ധതികൾക്ക് മേൽ യൂണിയൻ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. യൂണിയൻ സർക്കാർ പിന്തുടരുന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളുണ്ട്. ആ രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളോട് കേരളത്തിന് യോജിപ്പില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നതും ജനങ്ങൾ ജനാധിപത്യ വിധിയിലൂടെ അംഗീകരിച്ചതുമായ നയങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കണം. അല്ലെങ്കിൽ അത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യലാകും. അത് ഭരണഘടനാ ധ്വംസനവുമാകും. യൂണിയൻ സർക്കാരിൻ്റെ ഇത്തരം വിവേചനങ്ങൾ കേരള സമ്പദ്ഘടനയ്ക്കും സമൂഹത്തിനും മേൽ ദൂരവ്യാപകമായ ഉണ്ടാക്കാൻ പോകുന്നത്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ GSDP ഏതാണ്ട് 11 ലക്ഷം കോടി രൂപയാണ്. വായ്പ പരിമിതപ്പെടുത്തിക്കൊണ്ട് മാത്രം
ഇതിൻ്റെ ഏകദേശം 10% കേരളത്തിന് നഷ്ടപ്പെടുന്നത്. ഇത്തരത്തിൽ യുക്തിരഹിതമായി പൊടുന്നനെ വരുത്തുന്ന വെട്ടിക്കുറവുകൾ സംസ്ഥാനത്തിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഇഫക്റ്റ് കണക്കുകൂട്ടിയാൽ അടുത്ത 5 വർഷം കൊണ്ട് ഏതാണ്ട് 2 മുതൽ 3 ലക്ഷം കോടി രൂപ വരെ കേരളത്തിന് നഷ്ടമുണ്ടാകും. അതായത് അക്കാലയളവ് കൊണ്ട് കേരളത്തിൻ്റെ സമ്പദ്ഘടന 20 മുതൽ 30% വരെ ചുരുങ്ങും. 2018 പ്രളയത്തിൻ്റെ ഘട്ടത്തിലും കേരളത്തോട് ഇത്തരത്തിൽ യൂണിയൻ സർക്കാർ വിവേചനം കാട്ടിയിരുന്നു. പ്രളയത്തെ അതിജീവിക്കാനുള്ള പാക്കേജ് ഒന്നും കേരളത്തിന് പ്രത്യേകമായി ഏർപ്പെടുത്തിയില്ല. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട ഇടക്കാല ബജറ്റിൽ കേരളത്തോടുള്ള വിവേചനവും അനീതിയും പ്രകടമാണ്. കേരളത്തിൻ്റെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. എയിംസ്, കേരയിൽ, ശബരിപാത, കോച്ച് ഫാക്ടറി, മെമു ഷെഡ് തുടങ്ങിയ ആവശ്യങ്ങളൊന്നും കേട്ടതായി പോലും നടിച്ചില്ല. സ്വാഭാവിക റബ്ബറിൻ്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. റബ്ബർ വിലസ്ഥിരത ഉറപ്പുവരുത്താനായി ഒരു കേന്ദ്ര ഫണ്ടും സ്ഥാപിച്ചിട്ടില്ല. തീരദേശ സംരക്ഷണത്തിനായി ഒരു പാക്കേജും പ്രഖ്യാപിച്ചില്ല. സാമൂഹ്യ സാമ്പത്തിക മേഖലകളിലെ നേട്ടങ്ങളുടെയും രാഷ്ട്രീയപരവും പ്രത്യയശാസ്ത്രപരവുമായ വ്യത്യാസങ്ങളുടെയും പേരിൽ കേരളത്തെ ശിക്ഷിക്കുകയാണ്. ഇതേ അനുഭവം NDA ഇതര സംസ്ഥാന സർക്കാരുകളെല്ലാം രാജ്യത്ത് നേരിടുകയാണ്. ഇതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നേ മതിയാകും. നമ്മളുടെ ഒരുമയെ അസ്ഥിരപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ശക്തിപ്പെടുമ്പോൾ അവയ്ക്കെതിരെ കൂടുതൽ യോജിപ്പോടെ നമ്മൾ പ്രവർത്തിക്കണം. അങ്ങനെ ഫെഡറലിസത്തെയും സഹകരണാത്മക ഫെഡറലിസത്തെയും ശക്തിപ്പെടുത്തണം. ഇന്നലെ ബഹുമാനായ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ചില പ്രക്ഷോഭങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാകാം ഇന്നലെ കർണാടക പ്രക്ഷോഭവുമായി രംഗത്ത് വന്നു. ഇന്ന് ഈ പ്രക്ഷോഭം നടക്കുന്നു. തമിഴ്നാട് ഇതേ രീതിയിലുള്ള പ്രക്ഷോഭം ഉയർത്തുന്നു. എല്ലാം ഇത്തരത്തിൽ അപകടം നേരിടുന്ന സംസ്ഥാനങ്ങൾ യൂണിയൻ സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ പൊതുവായ ഐക്യത്തിനെതിരെ എന്തോ സൗത്ത് ഇന്ത്യ പ്രത്യേകമായ രീതിയിൽ അണിനിരക്കുന്നു എന്ന മട്ടിലുള്ള ഒരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി. രാജ്യത്തിൻ്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. രാജ്യത്തിൻ്റെ ഫെഡറലിസമാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത്. മതനിരപേക്ഷതയാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത്. അത്തരം കാര്യങ്ങൾ ശക്തിപ്പെടുത്തണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ പൊതുവായ നിലപാട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കലുകൾ നടക്കുമ്പോൾ, അതിന് വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കുന്നുവെങ്കിൽ അത് രാജ്യത്തിൻ്റെ ഐക്യത്തിനാണ് വഴിവെക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇടക്കാല ബജറ്റിൽ ഉൾപ്പെടെ രാജ്യത്തെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി തങ്ങളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് യൂണിയൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ജനങ്ങളുടെ സുഖവും ക്ഷേമവും ഉറപ്പുവരുത്താൻ പ്രതിജ്ഞാബദ്ധതയുള്ളവരെന്ന നിലക്ക് നമുക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് അത്തരത്തിലൊരു മനുഷ്യത്വ വിരുദ്ധ സമീപനം കൈക്കൊള്ളാൻ കഴിയുകയില്ല. ഓരോ സംസ്ഥാനത്തിൻ്റെയും അവസ്ഥ പരിശോധിച്ചാൽ ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും. വലിയ തോതിൽ കേന്ദ്ര സർക്കാർ സഹായം നൽകുന്ന
തൻകുഞ്ഞുങ്ങളായി കണക്കാക്കുന്ന സംസ്ഥാനങ്ങളുടെ പൊതുവായ പുരോഗതി എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം എങ്ങനെ പുറകോട്ട് പോകുന്നു എന്നത് കാണാൻ കഴിയും. നമുക്ക് അർഹതപ്പെട്ടത് നേടിയെടുക്കാനായി പോരാടുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള നൂതന മാർഗങ്ങൾ ആരായുകയും വേണം എന്നതാണ് ഞങ്ങൾ കാണുന്നത്. സംസ്ഥാനത്ത് സാമ്പത്തിക വൈഷമ്യമുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് എന്ന് ചിലർ ആക്ഷേപിക്കാൻ തയ്യാറാകുന്നുണ്ട്. പൂർണ്ണമായും സത്യവിരുദ്ധമായ വാദമാണിത്. വൈഷമ്യങ്ങൾക്കിടയിലും ട്രഷറി സമ്പൂർണമായും കേരളത്തിൽ പ്രവർത്തന സജ്ജമാണ്. തനത് വരുമാനം വളരെ ശ്രദ്ധേയമാവിധം ഉയർന്ന ഘട്ടവുമാണിത്. സംസ്ഥാനത്തിൻ്റെ മൊത്തം ചെലവെടുത്താൽ 2020-21 1,31,884 കോടി രൂപയായിരുന്നു. അത് 2020-21. അപ്പോൾ 2022-23 1,58,738 കോടി രൂപയായി ഉയർന്നു. 1,31,000 കോടിയിൽ നിന്ന് 1,58,000 കോടിയായി ഉയർന്നു. ഈ വർഷാവസാനം അത് 1,68,407 കോടി രൂപയായി ഉയരുമെന്നാണ് നാം കാണേണ്ടത്. ഇത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സജീവതയാണ് കാണിക്കുന്നത്, കെടുകാര്യസ്ഥയല്ല. തനത് വരുമാനത്തിൽ കാര്യമായ വർധനവുണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് കൂടുതൽ തുക ചെലവിട്ടത്. ഒറ്റ വർഷം കൊണ്ട് തനത് നികുതി വരുമാനം 2020-21 47,661 കോടി രൂപയായിരുന്നത് 2021-22 58,341 2022-23 71,968 കോടി രൂപയായും സംസ്ഥാനത്തിന് ഉയർത്താനായി. വർഷാവസാനം 78,000 കോടി രൂപയാവും. അതായത് 2020-21 നിന്ന് 47,661 കോടിയിൽ നിന്ന് ഈ വർഷം അവസാനമാകുമ്പോൾ 78,000 കോടി രൂപയിലേക്ക് ഉയർത്താൻ സംസ്ഥാനത്തിന് കഴിയുകയാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ദ്രോഹ നടപടികളും ഉണ്ടായിട്ടും കേരളത്തിലെ സാമ്പത്തിക നിശ്ചലത ഉണ്ടായില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഇങ്ങനെ തനത് വരുമാനം ഉയർത്തിയെടുത്തതാണോ സാമ്പത്തിക കെടുകാര്യസ്ഥത? കേന്ദ്രത്തിൻ്റെ വിപരീത നിലപാടുകളൊക്കെ ഉണ്ടായിട്ടും ക്ഷേമ സേവന മേഖലകളിൽ ഒരു കുറവും വരുത്തിയില്ല. കാര്യമായ വർധനവ് ഉണ്ടാക്കാനും കഴിഞ്ഞു. 65 രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ 35 രൂപ കേന്ദ്രം തരുമെന്നാണ് കണക്ക്. കേരളം തനത് നികുതി വരുമാനമായി 79 രൂപ പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് 21 രൂപയാണ്. ഇത് മറ്റേത് സംസ്ഥാനങ്ങളുടെ കണക്ക് നോക്കണം. ഉത്തർപ്രദേശിന് 100-ൽ 46, ബീഹാറിന് 100-ൽ 70, കേരളത്തിന് 100-ൽ 21. ഇതിനെ വിവേചനമെന്നല്ലാതെ എന്താണ് പറയേണ്ടത്? സംസ്ഥാനങ്ങൾക്കായി വിഭജിക്കുന്ന നികുതിയിലെ കേരളത്തിൻ്റെ വിഹിതം 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 3.87% ഇത് 14ാം ധനകാര്യ കമ്മീഷനിൽ 2.5%, 15ാം ധനകാര്യ കമ്മീഷനിൽ 1.9% കുറഞ്ഞു. ഇതിന്റെ ഫലമായി കേരളത്തിനുണ്ടായ നഷ്ടം 18,000 കോടി രൂപയാണ് എന്നത് കേന്ദ്രത്തിന് അറിയാത്തതല്ല. സംസ്ഥാനത്ത് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതത്തിൽ 57,400 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് വരുത്തിയിട്ടുള്ളത്. പ്രതിസന്ധികളുടെ ഘട്ടത്തിലും രാജ്യത്തിന് തന്നെ അഭിമാനകരമായ അനവധി നേട്ടങ്ങൾ കേരളത്തിന് സ്വന്തമാക്കാനായിട്ടുണ്ട്. നീതി ആയോഗിന്റെ ദേശീയ മൾട്ടി ഡയമെൻഷൻസ് ദാരിദ്ര്യ സൂചികയിൽ കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം, നീതി ആയോഗ് തയ്യാറാക്കിയ
സുസ്ഥിര വികസന സൂചികകൾ പ്രകാരം രാജ്യത്ത് ഒന്നാമത്തെ സംസ്ഥാനം. 2021 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മികവിന്റെ സൂചികയിൽ 1-ാം സ്ഥാനം. നീതി ആയോഗിന്റെ ആരോഗ്യ സൂചികയിൽ 1-ാം സ്ഥാനം. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യമന്ത്രൻ പുരസ്കാരം. ഇന്ത്യ ടുഡേ നടത്തിയ ഹാപ്പിനെസ് ഇൻഡെക്സ് സർവേയിൽ 1-ാം സ്ഥാനം തുടങ്ങി അസംഖ്യം നേട്ടങ്ങൾ കഴിഞ്ഞ 8 വർഷക്കാലയളവിൽ കേരളത്തിന് സ്വന്തമാക്കാനായി. കൂടുതൽ മികവിലേക്ക് പോകാൻ കേരളത്തെ സാധാരണഗതിയിൽ യൂണിയൻ സർക്കാർ പിന്താങ്ങുകയാണ് വേണ്ടത്. എന്നാൽ അതിനു പകരം ഈ മുന്നേറ്റത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഞങ്ങൾ എല്ലാ മാർഗങ്ങളും നോക്കി. അതെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് ഇത്തരമൊരു പ്രതിഷേധ സമരത്തിന്റെ മാർഗം ഞങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതമായത്. നഷ്ടങ്ങളും വിവേചനങ്ങളും ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് പലവട്ടം കത്തുകൾ അയച്ചു. നേരിട്ട് പോയി സംസാരിച്ചു. സമഗ്രമായ ചിത്രം കേന്ദ്ര ധനമന്ത്രിയടക്കം ധരിപ്പിച്ചു. പ്രധാനമന്ത്രിയടക്കം രേഖാമൂലം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. 1 വർഷത്തിലേറെയായി നിരന്തരമായി എല്ലാ വഴിക്കും ശ്രമിച്ചിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ മറ്റൊരു വഴിയുമില്ലാതെയാണ് ഇത്തരമൊരു സമരരംഗത്തേക്ക് കേരളം വന്നത്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്ക് മേൽ നടത്തപ്പെടുന്ന കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളെ ആകെ പൊതുവായി ബാധിക്കുന്ന കാര്യങ്ങൾ അത് നാം ഒന്നിച്ചു നിന്ന് നേരിടേണ്ടതാണ്, കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ വീണ്ടും ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കടക്കുകയാണ്. The union over states mentality is being reflected in how the governors across opposition-ruled states are functioning. Constitutionally, governors are to exercise their duties on the advice of the state cabinets. However, we are seeing this phenomena of governors in opposition-ruled states acting at the behest of the powers that appointed them, that is, the union government. We are gathered here in Delhi, where the union government has intruded extensively into the powers of the state government. As you are aware, this has become subject to severe criticism of the Supreme Court. We have seen gubernatorial excesses in Punjab, West Bengal, Odisha, Telangana, Tamil Nadu, and so on. In many states, including Kerala, we have seen governors trying to overreach their constitutional mandate by meddling with the autonomy of the legislature. Assent to bills passed by legislative assemblies have been indefinitely delayed. In this context, it is to be noted that the Supreme Court did warn the governors that they were playing with fire. Yet, governors continue to play their political games. Multiple state governments have had to approach the judiciary against such undemocratic high-handedness. Kerala's governor does not have time to spend in Kerala. Mostly he is outside. ഇന്നും ഇവിടെയുണ്ട്. കേരള ഹൗസിൽ ചിലർ ചോദിച്ചു നിങ്ങളെ സമരത്തിൽ പങ്കെടുക്കാനോ കാണാനോ വന്നതാണോ. If at all he comes to Kerala, he does not have time to read out the entire governor's address in the assembly. But he has time to sit on the road and create a scene. In all opposition-ruled states, there have been instances of chancellors acting as at the behest of their political masters in matters related to universities. Interests and statutes of the states are being sidelined in this regard. Rather than consulting the state governments, even on matters related to state-funded universities,
governors have made political interferences as chancellors. In Kerala too, the same is happening. The chancellor, by misusing his powers, is appointing senate members according to his own whims and fancies in an attempt to usurp the administration of universities and thereby even destroying the academic autonomy of our universities. There are some who alleged that this protest in Delhi is politically motivated. In reality, it is that allegation what is politically motivated. This protest is against the denial of what is rightfully ours. Isn't it a fact that our borrowings have been limited and that our grants have been denied? How is it politically motivated to point it out? It is not just Kerala that is protesting against the political discrimination against states. Two chief ministers, Delhi Chief Minister Mr. Kejriwal and Punjab Chief Minister Mr. Bhagwant Mann, both of them represent at least 6 crores of people in this country. They have come to declare their solidarity. We also have leader of VCK, Dr. Tiruma Vallavani here, Member of Parliament, Lok Sabha. With the permission of Dr. Farooq Abdullah ji, Kejriwal ji, Bhagwant Mann ji, and other senior leaders who has been bearing the brunt of the onslaught of the center, who is being chased by the center agencies just for standing against the atrocities and oppression of the union government. Delhi government has been always supportive of Kerala. And let me invite the brave son of federalism, Shri Kejriwal, to address this gathering. केरला के आदरणीय मुख्यमंत्री श्री पिनरई विजयन साहब, पंजाब के लोकप्रिय मुख्यमंत्री श्री भगवंत मान साहब, मंच पे मौजूद कई राज्यों के और कई पार्टियों के आज यहाँ पे आए हुए सभी नेतागण और मंत्रीगण और यहाँ पे आए हुए सभी भाइयों बहनों, आप सब लोगों को मेरा नमस्कार, सबको मेरा प्रणाम। मुझे लगता है आज इस देश को ये दिन भी देखना था। ये जंतर मंतर वो जगह है जहां पे इस देश की प्रजा सरकारों के एक्सप्लॉयटेशन से तंग आके यहां पे धरने प्रदर्शन करने आती है, लेकिन आज यहां पे केरला के मुख्यमंत्री को अपना सारा कामकाज छोड़ के केरला से दिल्ली यहां पे धरना करने के लिए आना पड़ा केंद्र सरकार की ज्यादतियों के खिलाफ। मैं समझ रहा हूं ये भी इस देश को ये दिन भी देखना था। आज लगभग आधे राज्यों के अंदर विपक्ष की सरकारें हैं और आधे राज्यों के अंदर उन लोगों की सरकारें हैं। जो विपक्ष की सरकारें हैं आधे राज्यों के अंदर, तो लगभग 70 करोड़ लोगों को ये विपक्ष की सरकारें रिप्रेजेंट करती हैं। 70 करोड़ लोगों को, आधे देश को। और इस वक्त ऐसा लगता है कि केंद्र सरकार ने विपक्ष की सरकारों के खिलाफ युद्ध छेड़ा हुआ है। ऐसा लगता है कि जंग छेड़ी हुई है, लड़ाई छेड़ी हुई है। हिंदुस्तान पाकिस्तान का रखा है हम लोगों के साथ। हम ये पूछना चाहते हैं कि क्या आप इन 70 करोड़ लोगों को अपना नहीं मानते? क्या आप केरला के लोगों को अपना नहीं मानते? क्या आप तमिलनाडु के लोगों को अपना नहीं मानते? क्या आप कर्नाटका के, दिल्ली के, पंजाब के, वेस्ट बंगाल के लोगों को अपना नहीं मानते? क्या ये सारे पराये हैं? क्या ये भारत के नागरिक नहीं हैं? यहां के 70 करोड़ लोगों ने विपक्ष के लोगों को चुन के सरकार बनाई।
संविधान के अंदर लिखा है कि इन सरकारों की क्या पावर है। शिक्षा की पावर राज्य सरकारों की, स्वास्थ्य की पावर राज्य सरकारों के, संविधान के अंदर लिखा है कि क्या क्या पावर है। आप हमें अपना काम ही नहीं करने देते। सारी विपक्ष की सरकारों को तरह तरह से प्रताड़ित करने के लिए आज केंद्र सरकार सारे हथकंडे अपना रही है। मोटे मोटे तौर पे देखें तो 3 तरह से केंद्र सरकार विपक्ष की सरकारों को तंग कर रही है। सबसे पहला, केंद्र सरकार जायज फंड, जो हक है राज्यों का, वो फंड नहीं दे रही है। दूसरा तरीका, गवर्नर के और लेफ्टिनेंट गवर्नर के जरिए रोज काम में टांग अड़ाती है, हर काम में टांग अड़ाती है। और तीसरा तरीका, एजेंसीज को छोड़ के जिसको मर्जी पकड़ के जेल में डाले जा रहे हैं, जिसको मर्जी पकड़ के जेल में डाले जा रहे हैं। समय का चक्र घूमता है, समय बड़ा बलवान है, अहंकार मत करो। भगवान ना करे कल समय का चक्र जब घूमेगा और तुम इधर होगे और हम उधर होएंगे, कहीं ऐसा ना हो कि यही कानून तुमको खाने के लिए दौड़े उसके बाद। जय हिंद। അദ്ദേഹം അവസാനം പറഞ്ഞ വാചകം വളരെ പ്രസക്തമാണ്. സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തുള്ളവർ അപ്പുറത്തേക്ക് വരും, ഞങ്ങൾ അപ്പുറത്ത് വരുമ്പോൾ എന്തായിരിക്കും ഇന്ന് രാഷ്ട്രീയമെന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. Why are we here? The Prime Minister, of course, yesterday thundered, saying that the opposition is trying to create a north-south divide. I think the Honorable Prime Minister should understand what is India's geography. Mr. Kejriwal is north-south. Mr. Maan is north-south of Punjab. Mr. Farooq Abdullah from Kashmir is north-south. भूगोल का जरा परिचय प्रधानमंत्री को करवाने की जरूरत है, क्योंकि वो शायद भारत का भूगोल नहीं जानते। ये दक्षिण उत्तर का नहीं है लड़ाई, ये लड़ाई है हमारी हकों का, हमारी बुनियादी हक है, और ये हक हमें हमारा संविधान देता है। It is the Constitution of India that gives us this right. That is, India is a union of states. Without the states, there is no union. Now you are going to have, according to Prime Minister Modi, you are going to have only the union and no states. Reduce the states to come to the center with a begging bowl for their due share. This is not acceptable. That is why is this happening? It is not merely because of the authoritarian trend. Of course it is. Of course it is. They want to centralize power. But the larger issue we must keep in mind. And the larger issue is that they want to convert the character of our country from being a secular democratic republic into a fascistic, utterly, rabidly intolerant Hindutva Rashtra. And for the creation of a Hindutva Rashtra, what they need is a unitary state structure, not a federal state structure. So this entire drive towards unitary state structure, this entire drive for centralization is part of the larger construct of converting the character of our country from being a secular democratic republic into a fascistic authoritarian Hindutva Rashtra. That is a fundamental point we'll have to bear in mind why these assaults are coming. And that is why we have to understand that, as Mr. Kejriwal said, the wheel of time keeps on moving. Our solidarity is with the struggle of the people of Kerala. We will continue to fight for the people of Kerala and for the legitimate rights guaranteed to us by the Constitution of India. Senior-most politician, Dr. Farooq Abdullah, has been a champion of center-state relations. He has brought the brand of the high-handedness. Thank you. Honorable Chief Ministers of Kerala, Delhi, Punjab, and all the leaders of the country. Thank you very much, sir, for inviting me to this meeting. India cannot become strong unless states are strong. If states are weak, there is no way you can call India
becoming a great power in some years. As a doctor, I can tell you, if any part of your body gives way, you no longer are the same person. The same is the question of states. If any state remains behind, India cannot say that we are going to be mighty in some years and we will beat in the next 5 years, we'll be the strongest in the world in every sense. It's not going to happen. It's only talk. What we need to do in the is to really unite, to fight the forces who are dividing us. You just heard Kerala Chief Minister, you heard the Minister from Tamil Nadu, how they are economically being deprived. How is the country going to progress if the state is deprived of their finances? I was hearing the other day Tamil Nadu MP speaking in the House about the cyclones they had, and not a single funding has been done to help them out of that thing. Union government's funds are not theirs only to decide. Tragedy is that gradually we are going into a position where there will be one country with the one party only that will last, which is going to be tragedy for this nation. I love every religion because every religion teaches you good things. No religion teaches you bad. But when you start dividing people and thinking in terms of differently, for God's sake, give that up. This nation will survive if we all live together in happiness, in pursuit of progress. That's what we want. Thank you, Chief Minister Sahab, for calling me, and God bless your movement, and may you all succeed in teaching this India towards a better future. Important is unity of purpose. That is what you have to show in this coming election. We must unite. Please unite. Thank you. The Chief Minister of Punjab, he was a Lok Sabha member, a versatile personality, a singer, an artist. He succeeded in making the governor to run away from Punjab. The valiant fighter, Bhagwat Mann. बहुत बहुत धन्यवाद। सबसे पहले ऑनरेबल चीफ मिनिस्टर ऑफ केरला श्री विजयन जी, मैं उनका बहुत धन्यवाद करता हूं कि उन्होंने आज संविधान को बचाने के लिए, डेमोक्रेसी को बचाने के लिए, फेडरल स्ट्रक्चर को बचाने के लिए एक पहल की है। हम सबको यहाँ बुलाया है। हमारे लिए, हमारी पार्टी के लिए ये जगह बेगानी नहीं है। हमारी पार्टी पैदा ही यहाँ से हुई थी, जंतर मंतर से। तो जैसा कि हमारे पार्टी के नेशनल कन्वीनर और क्रांतिकारी नेता श्री अरविंद केजरीवाल साहब ने कहा कि ये दिन भी देखना था कि मुख्यमंत्री बनने के बाद भी यहाँ आना पड़ रहा है। हमें अपने अपने सेक्रेटरिएट में होना चाहिए था, हमें अपने अपने ऑफिसेज में होना चाहिए था। पॉलिसीज, बजट के दिन चल रहे हैं, बजट बना रहे होते हम लोग। अब कहां इनसे अपने हक मांगने के लिए हमें जंतर मंतर पे आना पड़ रहा है। என்னால இந்த போராட்டத்துல பங்கெடுக்க முடியல. எங்களோட கட்சி சார்பா மாண்புமிகு அமைச்சர் பிடிஆர் பழனிவேல் தியாகராஜன் மற்றும் எம்பிக்களை அனுப்பினேன். கேரளத்திலிருந்து மக்கள் பணியாற்ற வேண்டிய உங்களை டெல்லிக்கு வந்து போராட்டம் நடத்த வச்ச மிக மோசமான அரசியல் சூழலை நினைச்சு வருத்தப்படுறேன். நேற்று கர்நாடக மாநில முதலமைச்சர் மாண்புமிகு சீதாராமையா அவர்களும் டெல்லிக்கு வந்து போராட்டம் நடத்தியிருக்காரு. இன்று திமுகவை சார்ந்த நாடாளுமன்ற உறுப்பினர்களால் போராட்டம் நடத்தப்பட்டுக்கிட்டு இருக்கு. நிதி பகிர்வில் தங்களோட மாநிலத்துக்கு பாரபட்சம் காட்டப்படுவதற்கு எதிராக எல்லா மாநிலங்களும் போராட்டம் நடத்துகிற சூழலுக்கு தள்ளப்பட்டிருக்கு. இதுக்கு காரணமான ஒன்றிய பாஜக அரசு மக்கள் மன்றத்தில் பதில் சொல்ல வேண்டிய நாள் வெகு தொலைவில் இல்லை. சமூக நீதி காவலர் VP சிங் அவர்கள்
பிரதமராக இருந்தப்போ தமிழ்நாட்டின் முதலமைச்சர் தலைவர் கலைஞர் கிட்ட ஒரு கருத்தை சொன்னாரு. தமிழ்நாட்டின் கோரிக்கைக்காக நீங்க ஒரு முறை கூட டெல்லிக்கு வர தேவையில்லை, அப்படி ஒரு சூழ்நிலையை உருவாக்க மாட்டேன், தமிழ்நாட்டில் இருந்தபடியே சொன்னா போதும், நிறைவேற்றி தருவேன்னு சொன்னாரு. மாநிலங்களை மதிக்கிற மாநில மக்களையும் மதிக்கிறவங்களாக முந்தைய பிரதமர்கள் இருந்தாங்க. ஆனா பிரதமர் மாண்புமிகு நரேந்திர மோடி அவர்கள் மாநிலங்களை முனிசிபாலிட்டிகளை போல நினைக்கிறார். மாநிலங்கள் இருப்பதோ, மாநிலங்களுக்கு முதலமைச்சர்கள் இருப்பதோ அவருக்கு பிடிக்கல. இத்தனைக்கும் குஜராத் மாநில முதலமைச்சராக இருந்து அதன் பிறகு பிரதமரானவர் அவர். ஆனால் பிரதமரானதும் அவர் செஞ்ச முதல் செயல் மாநிலங்களோட உரிமையை பறிச்சதுதான். நிதி உரிமையை பறிச்சார், கல்வி உரிமையை பறிச்சார், மொழி உரிமையை பறிச்சார், சட்ட உரிமையை பறிச்சார். மாநிலங்களின் நிதி உரிமையை பறிக்கிறது ஆக்சிஜனை நிறுத்துறதுக்கு சமம். அதைத்தான் பாஜக அரசு செஞ்சிட்டு வருது. இது ஏதோ எதிர்கட்சியாலும் மாநிலங்களுக்கு மட்டும் நடக்குதுன்னு பாஜக முதலமைச்சர்கள் நினைக்க வேண்டாம். நாளை உங்க மாநிலங்களுக்கும் இதே கதிதான்னு எச்சரிக்கையாக சொல்ல விரும்புகிறேன். இதை எல்லாரும் ஒன்னு சேர்ந்து எதிர்த்தாகணும். இந்தியா கூட்டணி கட்சிகள் நம்மோடு ஒற்றுமையின் மூலமா இந்திய அரசை கைப்பற்றி பாசிச பாஜகவிற்கு முற்றுப்புள்ளி வைப்போம். அனைத்து மாநிலங்களையும் மதிக்கும் சமமாக நடத்தும் கூட்டாட்சி இந்தியாவை உருவாக்குவோம். காம்ரேட் பினராயி விஜயன் அவர்களுக்கும் கேரள அமைச்சர்களுக்கும் வாழ்த்துக்கள். உங்கள் எண்ணம் விரைவில் நிறைவேறும். I am happy to be a part of this vital expression of protest against the unfair, unjust, immoral and ultimately self-destructive deprivation of funds from opposition states at historically unprecedented levels through hitherto unimaginable means. Our job is to hold our values, our culture, our compassion, our competence at the best level and wait for things to change. And that is the way we protect our language, our way of life, our history. Men will come and men will go. Our values and our cultures and our societies will go on strong because we have the right values. Today, we all know our country is in great trouble. Our country is confronting a calamity in its history. How to save our country? How to save the country from such a calamity? That's what we should think over. Federalism is one issue. Mr. Modi, when he came to power, he promised he will stand for cooperative federalism. But what we are witnessing today, there is neither cooperation nor federalism. He talked about cooperative federalism. Now he says the opposition is dividing the country, north, south. Mr. Modi, we want to tell you, it is you, it is your party BJP, it is RSS which is dividing the people in the name of religion, in the name of caste. Now you are dividing the country into north, south, and you will divide the country into east, west. Already you have divided the country north, east. So Mr. Modi, why it is happening? Under your leadership, the BJP RSS combined is subverting the constitution given to us by Dr. Ambedkar and galaxy of leaders. That constitution defines that India should remain as a secular democratic republic. Indian state should remain as a secular democratic republican state. Now you are trying to subvert that constitution and make it a theocratic nation, theocratic state. Do you think we will keep quiet, folding our hands? Mr. Modi, that is why our Chief Minister has come to Delhi. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. ആ കേരളത്തെ നിരന്തരമായി കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് അവഗണിക്കുകയാണ്. BJP ഗവൺമെന്റിന് ദേശീയ മൂല്യങ്ങൾ അറിയില്ല. മോദി ഗവൺമെന്റിന് ഫെഡറൽ പ്രമാണങ്ങളെ ഭയമാണ്. പരിപൂർണമായും അധികാരമെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് സമത്വാധികാരവും കൈക്കലാക്കാൻ വേണ്ടിയുള്ള നീക്കവുമായി പോകുന്ന ഗവൺമെന്റിന് RSSന്റെ രാഷ്ട്രീയമായ
ഇടുങ്ങിയ വശങ്ങൾ മാത്രം കാണാൻ കഴിയുന്ന ഗവൺമെന്റിന് ഈ നാടിന്റെ തെക്കേ കോണിലുള്ള കേരളത്തെ കാണാനും കേൾക്കാനും കാതില്ലെങ്കിൽ കണ്ണില്ലെങ്കിൽ അവരെ കേൾപ്പിക്കുവാനും കാണിക്കുവാനും വേണ്ടിയാണ് ഈ പോരാട്ടമെന്ന് നാം പ്രഖ്യാപിക്കുന്നു. ഈ പോരാട്ടം അവർ കാണും, അവർ കേൾക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം രാജ്യം എന്ന് പറയുമെന്നും നാം കണ്ടു കഴിഞ്ഞു. എല്ലാ തരത്തിലും കേരളത്തോട് അവഗണനയാണ്. ഞാൻ ചിതാശങ്ങളിലേക്ക് പോകുന്നില്ല. ദേശീയ യുവജനം പങ്കെടുക്കുമ്പോൾ അവർ കേരളത്തെ കാണുന്നില്ല. GST വിഷയത്തിൽ അവർ കേരളത്തെ അവഗണിച്ചിരിക്കുന്നു എന്ന് വേണ്ട. പൊതു കമ്പോളത്തിൽ നിന്ന് താന്തൂഷ കഴിക്കാൻ വേണ്ടിയപ്പോൾ നിലനിൽക്കാതെ കേരളത്തെ പട്ടിണിക്കിട്ട് ശ്വാസം പൊട്ടിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റിന്റെ പുറപ്പാട്. എല്ലാ തരത്തിലും വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, ഭക്ഷ്യരംഗത്ത്, സകല പ്രമാണങ്ങളിൽ എല്ലാ രംഗത്തും ഈ കേരളത്തോട് കാണിക്കുന്ന കൊടും അവഗണനയ്ക്ക് ഇനിയും നമുക്ക് സഹിച്ച് കൈകെട്ടി കാത്തുവെക്കാൻ കഴിയില്ല എന്നാണ് കേരളം പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപനം ഒരു പാർട്ടിയുടേതല്ല. ഈ പ്രഖ്യാപനം ഒരു നാടിൻ്റെതാണ്. ഈ പ്രഖ്യാപനം കേരളത്തിന് മാത്രവുമല്ല. അതുകൊണ്ട് പറയുകയാണ്, തെക്കേ കോണിലാണ് കേരളം. ഭൂമിസ്ഥിതിയിൽ കേരളം ചെറുതായിരിക്കാം. മോദി വിജയൻ പറ്റിയൊക്കെ പറഞ്ഞു, ലോകം ഒരു പന്താണെങ്കിൽ ആ പന്തിൽ പതിച്ച പൊട്ടാണ് ഇന്ത്യയെങ്കിൽ ആ പൊട്ടിന്റെ കോണിലെ ഒരു സൂചിമുന കൊട്ടായിരിക്കും അപ്പോൾ കേരളമെന്ന്. പക്ഷേ അത്രയും ചെറുതല്ല കേരളം. കേരളത്തിന്റെ ശബ്ദം ലോകം കേൾക്കുന്നുണ്ട്, ഇന്ത്യ കാണുന്നുണ്ട്. ഈ കൊച്ചു കേരളത്തിന്റെ വികാരങ്ങളെയും വിധാനങ്ങളെയും ആഹ്വാനങ്ങളെയും എന്നും കേരളം മാനിച്ചിട്ടുണ്ട്.